ഇസ്രായേലിന് ശരിയെന്ന് തോന്നുന്നതൊക്കെ അവർ ചെയ്യും എന്നതിന്റെ തെളിവ് ഇന്നലെ മറ്റൊരു സംഭവത്തിലൂടെ വ്യക്തമായിരുന്നു. യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായ അയർലൻഡിലെ ഇസ്രായേലിന്റെ എംബസി അടച്ചുപൂട്ടി. അയർലൻഡ് ഇസ്രായേൽ വിരുദ്ധ നിലപാടെടുക്കുന്നു എന്ന് ബോധ്യമായപ്പോഴാണ് അങ്ങനെ ഇസ്രായേൽ വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരു സഖ്യരാജ്യം വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് അയർലൻഡിലെ ഇസ്രായേൽ എംബസി അടച്ചുപൂട്ടിയത്. അതാണ് ഇസ്രായേലിന്റെ നിലപാട്. സഖ്യരാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ, ഇന്ത്യയെ പോലുള്ള സൗഹൃദ രാജ്യങ്ങൾ അവർ ഒരിക്കലും ഇസ്രായേൽ തള്ളി പറയുന്നത് അവർ സഹിക്കില്ല. അതുകൊണ്ടാണ് അയർലൻഡ് നിങ്ങൾ പോയി പണി നോക്കേ, എംബസി അടച്ചുപൂട്ടുന്നു എന്ന് ഇസ്രായേൽ പറഞ്ഞത്. സിറിയയിൽ അട്ടിമറിയുണ്ടായ അന്ന് മുതൽ ഇസ്രായേൽ സിറിയയിൽ ഇറങ്ങിക്കളിക്കുകയാണ്. 1000-ലേറെ ബോംബ് സ്ഫോടനങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞിരിക്കുന്നു. സിറിയയുടെ 3 സേനകളുടെയും ആയുധ ശേഖരങ്ങൾ, അവരുടെ നശീകരണ ആയുധങ്ങൾ അവ തകർക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. ഈ ആയുധങ്ങളൊക്കെ സപ്ലൈ ചെയ്തിരിക്കുന്നത് റഷ്യയും ഇറാനുമാണ്. ഈ ആയുധങ്ങൾ പുതുതായി അധികാരത്തിലെത്തുന്ന റിബൽ സേനയുടെ കയ്യിൽ കിട്ടിയാൽ അതും അപകടമാണ്. ആ ആയുധങ്ങൾ തങ്ങൾക്കെതിരെ ഏതു നിമിഷവും പ്രയോഗിക്കപ്പെടാം. ആരോടും ചോദിക്കാതെ ഇസ്രായേൽ ചുടച്ച് മുന്നേറുകയായിരുന്നു. സിറിയയിൽ പലയിടങ്ങളിലായി അവർ ബോംബ് സ്ഫോടനം നടത്തി. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ സേന ഇന്നലെ നടത്തിയ വ്യോമാക്രമണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനത ആഹ്ലാദചിത്തരാണ്. ഇസ്രായേൽ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ ആരെയും ഭയക്കാതെ എടുക്കുന്ന നിലപാടുകൾ അവരെ അഭിമാനം കൊള്ളിക്കുന്നു.